ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാം. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്നു, ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യത്! ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 കൊളുത്തി. എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അതെന്നെ കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ സമയം എടുക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നെ മോനെ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. ആ പിന്നെ അമ്മച്ചി, ഇന്നലെ നടന്നൊരു സംഭവം നോക്കേ. വല്ലാത്ത തലവേദന. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ടോ. എന്താ അപ്പച്ചാ? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കേണ്ട വരും. അതന്നെ എന്റെ ദൈവമേ. നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഏയ്, അവനെ എന്നാത്തിന് കൊള്ളാം? വെറും വാഴപ്പിണ്ടി. അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ? അതെന്നാത്തിനാ? സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കടം മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു. വന്ന് കല്യാണം കൂടെ വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി. എന്റെ ഇച്ചായോ, സത്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാരൻ മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിൽ കൂടെ നടക്കില്ലായിരുന്നു. നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത്. അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാകൂടാ. നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. അധികനാൾ അവരങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട. അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ, മത്തായിയെ വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല. തോമാച്ചനെ മാത്രമല്ല, ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ. പിന്നെ എന്നെ ഒരുത്തനെ പേടിച്ചിട്ടാ. അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യാളം തന്നെയാ. ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പച്ചാ, കാപ്പി. ആഹാ, മോളാണോ കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? അതിനെന്താ അപ്പച്ചാ, ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ? ഏയ്, അതല്ല മോളെ. ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ? ഒരു മോശമില്ല. എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം. അതൊരു ശീലായി പോയി. കാപ്പിയേക്കാളും നല്ലത് ചായയാ. അയ്യോ, അപ്പച്ച നരച്ചല്ലോ. ആര് മരിച്ചു? മരിച്ചെന്നല്ല, മുടി നരച്ചെന്ന്. വയസ്സായില്ലേ, അപ്പൊ പിന്നെ നരക്കില്ലേ? അപ്പച്ചൻ എന്താ ഡൈ ചെയ്തൂടെ? ഓ, ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം? അതുമല്ല, ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ. അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും. ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ. അതിനെന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം. അത് വേണോ മോളെ? യോ, വേണം. വരുന്നത് വരട്ടെ. ദീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോവച്ചേ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ പുകഴ്ത്തുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ. അല്ലേ അന്നക്കുട്ടിയെ? എടി അന്നക്കുട്ടിയെ. അമ്മച്ചി അന്നക്കുട്ടിയെ വിളിക്കണ്ട. അപ്പച്ചൻ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനും? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ല, തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു. നേരെ ഉച്ചയായി. മോളെ, ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി? അയ്യോ, പാവം പെണ്ണ. ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നെ ചോദിച്ചേ? അല്ല, അതൊക്കെ ശരിയാ.
എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ? അല്ല, അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ഇതാ കുഞ്ഞെ. അന്നക്കുട്ടി, അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുപോകണം കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ ഇനി വന്നേ, കാര്യം പറയട്ടെ. ആരെങ്കിലും ഇവിടെ ഇരിക്കെ. ഇതെന്തോ ഇവിടെ ഇരിക്കാൻ? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടെങ്കിൽ വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ, അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാലോ. അയ്യോ വേണ്ട കുഞ്ഞെ. അയ്യോ കുഞ്ഞു വേണ്ട, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ. അയ്യോ അയ്യോ, എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നോക്കിയേ. അയ്യോ, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ അമ്മച്ചി വഴക്ക് പറയൂ. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനാ പറഞ്ഞിട്ടുണ്ട് വരാൻ. പേടിയാവുന്നു കുഞ്ഞെ. ആരും ഒന്നും പറയല അന്നക്കുട്ടി, ചെല്ല്. അന്നക്കുട്ടി, ഇത് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കരുത്, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ, ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച, അത് ഇവിടെയൊക്കെ ആയി. നീ ഉണ്ടാ, ഞാൻ തേച്ചുതരാം. കർത്താവേ, ധാര വന്നിരിക്കുന്നത് നോക്കിയേട്ടപ്പച്ച. അയ്യോ, കൊള്ളാവോ? കൊള്ളാവൊന്നു അപ്പച്ച, വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വയ്ക്കൂ? അന്നക്കുട്ടി, ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞെ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ഏ, അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയും സംസാരമൊക്കെ കേൾക്കുന്നു. ചിരി സംസാരം? ആരാ? ഓ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. സത്യം മുതലാളി? പിന്നെ ദേ, ഈ രണ്ടടുത്ത് കൂടി ഞാൻ കണ്ടു. തലേമേ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം. ഇതങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. മുതലാളി, നീ പോയിക്കോ, പോയിക്കോ. അല്ല, ഇനി കുറച്ചും കൂടെ ഉള്ളതാ ഇവിടെ. പോയിക്കോടി. ഇല്ല, ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പൊക്കോ. നിക്കടി. അമ്മച്ചി, ഈ ഡ്രസ് എനിക്ക് ചേർക്കണ്ടോ? എടി, നിങ്ങൾ ആര് പറഞ്ഞു വേഷം കേട്ടെ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണോ? ആരെ കാണിക്കാനാണ് ഇപ്പഴേ അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ഷേർലിക്കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർക്കയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് ചട്ടയും മുണ്ടെടുത്ത് കൊടുത്തോണം. എടാ, ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ട് വിടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം?